അർജന്റീനയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ചായിട്ടുള്ള ലിയണൽ സ്കലോണിയാണ്. കാരണം ലിയണൽ സ്കലോണി എന്ന് പറയുന്നത് വേൾഡ് കപ്പ് ആയാലും അതിന് മുമ്പുള്ള കോപ്പ അമേരിക്ക ആയാലും ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് ശേഷമുള്ള കോപ്പ അമേരിക്ക ആയാലും പുള്ളി അത്ര വലിയ സെലിബ്രേഷൻ ചെയ്യുന്ന ഒരാളൊന്നല്ല. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് പുള്ളിയുടേത്. എത്ര വലിയ ഗോൾ അടിച്ചു കഴിഞ്ഞാലും എത്ര ആൾക്കാർ ടോപ്പ് സെലിബ്രേഷൻ ഇട്ട് കഴിഞ്ഞാലും പുള്ളിക്ക് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ മൈതാനത്ത് തന്റെ കളിക്കാർക്ക് ഓരോ ടാക്ടിക്സുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിശബ്ദനായിട്ട് ഓരോ കളികളും പിന്നെ ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ വേൾഡ് കപ്പ് അടിക്കും, കോപ്പ അമേരിക്ക അടിക്കും. ഇന്നലെ ഇപ്പോൾ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ നമ്മുടെ എമിലിയാനോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എമി കുറച്ച് കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന ദൃശ്യങ്ങൾ ബോക്സിൽ നമ്മൾ കണ്ടു. പന്ത് ഇങ്ങനെ ജഗ്ൾ ചെയ്തിട്ട് അത് സത്യം പറഞ്ഞാൽ ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് സ്കലോണിക്ക് കാണാൻ സാധിച്ചതെന്നാ. സ്കലോണി അത് നിർത്താനായിട്ട് പറഞ്ഞു. അതായത് ഫുട്ബോളാണ്, ഒരാളെയും ഡിസ്റെസ്പെക്ട് ചെയ്യരുത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് മാനേജർക്കാണ് ഇങ്ങനെ സാധിക്കുക? റാഫിനെ വെല്ലുവിളിച്ചതിന് ശേഷം റാഫിനയോട് പറഞ്ഞ കാര്യം, നെയ്മറും മെസ്സി ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഓർമ്മയില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റാഫിനയ്ക്ക് ഞാൻ മാപ്പ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഒരു കോച്ചിനെ കൊണ്ടും സാധിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം അവരുടെ കോച്ചായിട്ടുള്ള ലിയണൽ സ്കലോണിയാണ്.